നമസ്കാരം സുഹൃത്തുക്കളെ, റോണ്ട ബേൺ എഴുതിയ കൗണ്ട് ഡൗൺ ടു റിച്ചസ് 21 Days of Wealth Attracting Habits എന്ന പുതിയ പുസ്തകത്തിൽ മനസ്സിന്റെ ചിന്താഗതി മാറ്റിക്കൊണ്ട് സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് എങ്ങനെ സമൃദ്ധിയിലേക്ക് വളരാമെന്ന് 21 ദിവസത്തെ ലളിതമായ ശീലങ്ങളിലൂടെ അവതരിപ്പിക്കുന്നു. നമുക്കതിലെ 6ാമത്തെ ദിവസത്തെ ശീലത്തെക്കുറിച്ച് ഈ വീഡിയോയിൽ സംസാരിക്കാം. സൃഷ്ടിപ്രക്രിയയുടെ 2ാമത്തെ പടി വിശ്വസിക്കുക, ബിലീവ് എന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഇപ്പോൾ തന്നെ നിങ്ങളുടെ പക്കലുണ്ടെന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ അഥവാ സബ് കോൺഷ്യസ് മൈൻഡിനെ കൊണ്ട് വിശ്വസിപ്പിക്കുക എന്നതാണ് വിശ്വസിക്കുക അഥവാ ബിലീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അത് നിങ്ങളുടെ പക്കലില്ല എന്ന തരത്തിലുള്ള വിരുദ്ധ ചിന്തകളൊന്നും തന്നെ നിങ്ങളുടെ മനസ്സിൽ വരാതിരിക്കുക. ഓർക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് വിരുദ്ധമായ മറ്റ് ചിന്തകളൊന്നുമില്ലാതെ ഇരിക്കുമ്പോൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും. 2ാമത്തെ ഘട്ടം വിജയകരമായി പൂർത്തിയാക്കാനുള്ള വഴി നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഇതിനകം നിങ്ങൾക്ക് ലഭിച്ചുവെന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സ് വിശ്വസിക്കുന്നത് വരെ ഇമാജിൻ ചെയ്ത് വിഷ്വലൈസ് ചെയ്യുക എന്നതാണ്. മനസ്സ് അത് സ്വീകരിക്കുന്ന ആ നിമിഷം പ്രപഞ്ച നിയമം അതിനോട് പ്രതികരിക്കുകയും തൽക്ഷണം അത് യാഥാർത്ഥ്യമാവുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സ് യുക്തിസഹമായി ചിന്തിക്കുകയോ ചോദ്യങ്ങൾ ചോദിക്കുകയോ ചെയ്യുന്നില്ല. അതിന് നൽകുന്ന എന്തിനേയും അത് അപ്പാടെ സ്വീകരിക്കുന്നു. പണത്തെക്കുറിച്ച് നിങ്ങൾ ഇതുവരെ നൽകിയിട്ടുള്ള ദാരിദ്ര്യ ചിന്തകൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഓൾറെഡി ഉണ്ടാകും. നിങ്ങളുടെ കൈവശം ധാരാളം പണമുണ്ടെന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുമ്പോഴും ഉപബോധ മനസ്സ് ഇത് തടയും. ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞുപോയ ഇത്തരം ദാരിദ്ര്യ ചിന്തകളാണ് കാരണം. ഇതുകൊണ്ടാണ് മിക്കവരുടെയും ആഗ്രഹങ്ങൾ നടക്കാത്തത്. നിങ്ങളുടെ ബോധ മനസ്സ് അഥവാ കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധപൂർവവും ആവർത്തിച്ചും ചിന്തിക്കുന്നതിലൂടെയും അവ മനസ്സിൽ സങ്കല്പിച്ചു കാണുന്നതിലൂടെയും നിങ്ങൾക്ക് ഈ പഴയ ചിന്തകളെ തിരുത്തി എഴുതാൻ സാധിക്കും. ക്രമേണ ഇത്തരം പുതിയ ചിന്തകളും ചിത്രങ്ങളും ഉപബോധ മനസ്സിലെ പഴയ ദാരിദ്ര്യ ചിന്തകൾക്ക് പകരമായി മാറും. നിങ്ങളുടെ മനസ്സിനെ നയിക്കുന്ന പ്രപഞ്ച നിയമത്തിന് ഒരു കാര്യം യഥാർത്ഥമാണോ അതോ നിങ്ങളത് സങ്കല്പിക്കുകയാണോ എന്ന് വേർതിരിച്ചറിയാൻ കഴിയില്ല. രണ്ടായാലും നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം അത് ഭൗതിക ലോകത്ത് പ്രതിഫലിപ്പിക്കും. അതുകൊണ്ട് പണം തികയുന്നില്ല എന്ന കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരുന്നാൽ ആ പ്രപഞ്ച നിയമം ദാരിദ്ര്യം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും സൃഷ്ടിച്ചു കൊണ്ടിരിക്കും. എന്നാൽ നിങ്ങൾ സമൃദ്ധിയെക്കുറിച്ച് സങ്കല്പിക്കുകയാണെങ്കിൽ നിങ്ങൾ സങ്കല്പിക്കുന്ന സമൃദ്ധിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആഗ്രഹിച്ച ഏതെങ്കിലും 3 കാര്യങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞതായി അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞതായി വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആ 3 കാര്യങ്ങളും ഒന്നൊന്നായി എടുത്ത് ഏകദേശം 60 സെക്കൻഡ് നേരം നിങ്ങൾ ആ ആഗ്രഹം ഓൾറെഡി നേടിയെടുത്തു എന്ന രീതിയിൽ വിഷ്വലൈസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേണ്ടത് ഒരു കാർ ആണെങ്കിൽ ഏകദേശം 60 സെക്കൻഡ് നേരത്തേക്ക് നിങ്ങൾ ആ കാർ ഓടിക്കുന്നതായി സങ്കല്പിക്കുക. തുടർന്ന് കാറിന് മുന്നിൽ നിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതായും വിഷ്വലൈസ് ചെയ്യുക. ഒരു പുതിയ ആഭരണമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ആഭരണമിട്ട് സന്തോഷത്തോടെ പ്രിയപ്പെട്ടവരെ കാണിക്കുന്നതും ഒരു ഫോട്ടോ എടുക്കുന്നതും ഒക്കെ വിഷ്വലൈസ് ചെയ്യാം. ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു വിനോദയാത്രയാണെങ്കിൽ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിയതായും അവിടെ വെച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതായും മനസ്സിൽ കാണുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊപ്പമുള്ള ഇത്തരം മാനസിക ചിത്രങ്ങൾ അഥവാ മെന്റൽ ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്നത് ആ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞുവെന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ വിശ്വസിപ്പിക്കാനുള്ള ശക്തമായ ഒരു വഴിയാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിന് ചിത്രങ്ങളോട് വലിയ ഇഷ്ടമാണ്. ചിത്രങ്ങളാണ് ഉപബോധ മനസ്സിന്റെ ഭാഷ. അതിനാൽ നിങ്ങളുടെ ബോധ മനസ്സ് അഥവാ കോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ ആഗ്രഹത്തെ ഉൾക്കൊള്ളുന്ന ചിത്രം മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ ആ ചിത്രത്തിന് വളരെ എളുപ്പത്തിൽ ഉപബോധ മനസ്സിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കും. ഒരിക്കൽ ആ ചിത്രം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ച നിയമത്താൽ അത് യാഥാർത്ഥ്യമായി സൃഷ്ടിക്കപ്പെടും. അതായത് നിങ്ങളുടെ ആഗ്രഹം യാഥാർത്ഥ്യമാകും.